നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നേ ഒരു സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലെ രണ്ട് ഐറ്റം കൊണ്ടാണ് കേട്ടോ ഈ ഓയിൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റും 2 ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ബീട്രൂട്ടിലും ക്യാരറ്റിലൊക്കെ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചിട്ടേ നാച്ചുറൽ ഗ്ലോ നിലനിർത്താനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ടേ നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴേ ആരാധ്യ അതിഥിയൊക്കെ വന്ന് ബീട്രൂട്ട് ചുണ്ടത്ത് തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നാച്ചുറൽ ലിപ്സ്റ്റിക്കും കൂടിയാണല്ലോ ബീട്രൂട്ട്. ആരാധ്യം അതിഥിയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് കേട്ടോ അവരെ തേച്ച് കുളിപ്പിക്കാനായിട്ട് എടുത്തിരുന്നത്. പിന്നെ ഒരു പ്രായത്തിപ്പോൾ അവർക്ക് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതൊന്നും ഇഷ്ടമല്ലാതെയായി കേട്ടോ. ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ പാചകം ചെയ്യാതെ വെറുതെ കഴിച്ചാലും സ്കിന്നിന് നല്ലതാണ് കേട്ടോ. നല്ല നാച്ചുറൽ ഗ്ലോ നിലനിർത്താൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് റെഡ്യൂസ് ചെയ്യാനും ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ക്യാരറ്റ് ബീട്രൂട്ട് ഓയിൽ തയ്യാറാക്കാനായിട്ടേ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കിലോ താഴെയായിട്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് സിമ്മിലിടാം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് ശ്രദ്ധിക്കുക, സിമ്മിലാക്കി വെച്ചോളൂ കേട്ടോ, കാരണം തീ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ പതുക്കെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ക്യാരറ്റ് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്തുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളുണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിന് ശരിക്കും ബാഡാണ്. അതിങ്ങനെ ടാനൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞെക്കി പിഴിഞ്ഞെടുക്കൊന്നും വേണ്ട, നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റ് ബീട്രൂട്ട് ഓയിലേ നമുക്ക് നല്ല നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ മിക്സേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ സിമ്മിലാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഏകദേശം 20 തുടങ്ങി 30 മിനിറ്റ് വരെ വേണ്ടി വരും കേട്ടോ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു പാകമായി നമുക്ക് നോക്കാം. കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എണ്ണ വേഗം തന്നെ ചീത്തയാവും, അതിൻ്റെ സ്മെല്ല് മാറും, കളറൊക്കെ മാറി അത് പിന്നെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്താലേ ചിലപ്പോൾ സ്കിന്നിന് അത് ഡാമേജ് ആയിട്ട് വരാം. അപ്പോൾ മാക്സിമം വാട്ടർ കണ്ടൻറ്റൊക്കെ മാറി ഒരു 20-30 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഓയിൽ ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് തീ പതുക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് പതുക്കെ ഞാനൊരു 1.5 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ ഞാൻ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാനായിട്ടേ ഒരു വെള്ളത്തുണി എടുത്തിട്ടുണ്ട്. ഏത് തുണിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അരിപ്പേരും വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഒരു പതുക്കെ ഞാനിതിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പാത്രം കുറച്ച് നേരം തണുപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടേ ഈ ചീഞ്ചട്ടി അതിനകത്തേക്ക് ഇങ്ങനെ പതുക്കെ ഇറക്കി വെച്ചിരുന്നു. അല്ലെങ്കിൽ ഇത് അതൊക്കെ തണുക്കാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അങ്ങനെ ഇത് വേഗം തന്നെ ഞാൻ തണുപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതാ പതുക്കെ ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ ആ കൊറ്റൻ്റെ കളർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ ആകെ തന്നെ മാറും. ഓയിലിൻ്റെ കളർ നമുക്ക് ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ പരമാവധി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതങ്ങനെ പതുക്കെ അങ്ങനെ നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്ക് ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഓയിൽ റെഡി ആയി കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതിൻ്റെ കളറ് നല്ല ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഓറഞ്ച് കളറാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല നാച്ചുറൽ ഗ്ലോയിൽ നിലനിർത്താനുള്ള സീക്രട്ടേ നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടല്ലേ. 2 ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ഗ്ലോ നിലനിർത്താം. ഞാൻ ഈ ഓയിലൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഗോൾഡൻ ഓറഞ്ച് കളറാണ്. ഈ ഓയിലേ ഒരു 10 മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഓയിലേ മുഖത്ത് അല്ലെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഓയിൽ നന്നായി തണുത്തതിന് ശേഷമേ നമുക്കിങ്ങനെ ഒരു ബോട്ടിലേക്ക് ഇത് പകർത്താം കേട്ടോ. അപ്പോൾ ബോട്ടിലിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നന്നായി പകർത്തി നന്നായിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുക. കാരണം വാട്ടർ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓയിൽ വേഗം ചീത്തയായി പോകും.
നല്ല ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഓറഞ്ച് കളർ ക്യാരറ്റ് ബീട്രൂട്ട് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.